ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഭാരത് അരി പിറവത്ത് വന്ന് അത് വിതരണം ചെയ്യുകയുണ്ടായി. ഞാനും മേടിക്കുകയുണ്ടായി. 290 രൂപ കൊടുത്താണ് 10 കിലോ അരി മേടിച്ചത്. ആരുടെയും ഔദാര്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ആരുടെയും ഫ്രീ മേടിച്ചതുമല്ല. കുറെ പേരൊക്കെ മേടിക്കാതെ മാറി നിൽക്കുന്നതുകൊണ്ട് വേറെ പലരെ വിട്ടു മേടിപ്പിക്കുന്നതൊക്കെ കാണുവാൻ സാധിച്ചു. എന്തായാലും ഞാൻ ഡയറക്റ്റ് തന്നെയാണ് പോയി മേടിച്ചത്. ഭാരത് അരി എന്ന പേരിൽ ഇറക്കിയിരിക്കുന്ന അരി ഇന്ത്യ ഒട്ടാകെ ആയിരിക്കാം ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം വടക്കേ ഇന്ത്യക്കാർക്ക് പ്രിയപ്പെട്ട അരിയാണ് ഇത്. ഇത് ഉണ്ടാക്കുന്ന വിധം തന്നെ വളരെ വ്യത്യസ്തമാണ്. അത് ആദ്യം മനസ്സിലാക്കണം. ഞാനിത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഇടുന്ന ഒരു പോസ്റ്റ് മാത്രമാണ്. ആരെയും പ്രൊമോട്ട് ചെയ്യുവാനൊന്നുമല്ല. നല്ലതാര് ചെയ്താലും നല്ലതാണെന്ന് പറയുവാനുള്ള ഒരു ആർജവം നമുക്കുണ്ടാവണം. അല്ലാണ്ട് പാർലമെന്റിൽ പോയി അവിടെ ഇരുന്ന് കുത്തിയിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു വിടുന്ന, അവിടെ സംസാരിക്കാൻ പോലും ഹിന്ദി പോലും ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് പോലും അറിയാൻ പാടാത്തവർ അവരെ പപ്പ വയ്ക്കുന്ന ആൾക്കാരെ പറഞ്ഞു വിടേണ്ടുന്ന ഒരു സ്ഥലമല്ല. ആര് തന്നാൽ ഇപ്പോൾ ഇത് പ്രധാനമന്ത്രിയുടെ ആണെന്ന് പറയുന്നു. ആണെങ്കിലും അല്ലെങ്കിൽ ഞാൻ 290 രൂപ കൊടുത്താണ് ഈ സാധനം മേടിച്ചത്. ഈ അരി ഉണ്ടാക്കുന്ന വിധമാണ് പറയുവാൻ പോകുന്നത്. ഇത് 1 ഗ്ലാസ് അരിയിലേക്ക് 2 ഗ്ലാസ് വെള്ളം ചേർത്ത് ഇത് പറ്റിച്ചെടുക്കുകയാണ് സാധാരണ നോർത്ത് ഇന്ത്യക്കാർ ചെയ്യുന്നത്. അവിടെ ഏറെ പ്രിയപ്പെട്ട അരി തന്നെയാണ് ഇത് പച്ചരിയാണെന്ന് പറഞ്ഞു, ഇത് കൊള്ളില്ലാത്ത അരിയാണെന്ന് പറഞ്ഞു ഒക്കെ ഒരുപാട് പേര് പിന്തിരിപ്പൻ. നമ്മളൊക്കെ ഇതൊക്കെ കഴിക്കാറുള്ളതാണ്. ഞാൻ ഇവിടെ തന്നെ നമ്മുടെ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ 2 തരം അരി ആണ് കിട്ടുന്നത്. ഒന്ന് വൈറ്റ് റൈസ് കിട്ടും, അതായത് പൊന്നിയരി കിട്ടും. അല്ലെങ്കിൽ മറ്റേ കുത്തരിയുമാണ് കിട്ടുന്നത്. പൊന്നിയരിക്ക് 10 രൂപ കൂടുതലുമാണ്, വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ 10 രൂപ കൂടുതലുമാണ്. എന്തായാലും ഞാൻ ഇന്നിപ്പോൾ വൈകുന്നേരം കഴിച്ചത് ആ അരിയാണ്. എളുപ്പത്തിൽ വേവും, അതുപോലെ തന്നെ നമുക്ക് കൊളസ്ട്രോൾ പോലെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. കാരണം ഇതിന് ഫാറ്റ് ഫ്രീ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് വടക്കേ ഇന്ത്യയിലെ ആൾക്കാർക്കൊന്നും കൊളസ്ട്രോളൊന്നും ഇല്ലാത്തതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. ഒരു പരിധിവരെ ഇത് തന്നെയാണ്. ഷുഗറും കൊളസ്ട്രോളും ഒക്കെ അവിടെ കുറവാണ്. നമ്മളാണല്ലോ ഇവിടെ കുത്തിരി അല്ലെങ്കിൽ ജയരി, സുരേഖ, മട്ടയരികളാണല്ലോ നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ പ്രിയപ്പെട്ടതായതുകൊണ്ടായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും ഇതൊക്കെ ശീലമാക്കാവുന്നതേ ഉള്ളൂ. അത് ഞാനിപ്പോൾ നോർത്ത് ഇന്ത്യയൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ ചോറുകളൊക്കെയാണ് കഴിക്കുന്നത്. എനിക്കതിന് വലിയ കുഴപ്പമൊന്നുമില്ല. എന്ത് കിട്ടിയാലും വിശന്നാ കഴിക്കുന്ന ഒരു സ്വഭാവമാണ് എൻ്റെ ഉള്ളത്. എന്തായാലും ഈ ഭാരത് അരി മോശമെന്ന് പറയുന്നവർക്കായി സമർപ്പിക്കുന്നതാണ്. ഭാരത് അരി ഒരു മോശവുമില്ല. ഉണ്ടാക്കേണ്ടുന്ന വിധത്തിൽ ഉണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഉണ്ടാക്കാൻ പലർക്കും അറിയില്ല. കാരണം തന്നെ അവർക്ക് ശീലമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ചേർത്ത് ഇത് പറ്റിക്കുക. പറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ഒരു ബിരിയാണി പോലത്തെ ഒരു റൈസായിരിക്കും. ടൊമാറ്റോ റൈസ് അങ്ങനെയുള്ള റൈസൊക്കെ ഉണ്ടാക്കാൻ അത്യുത്തമമായിരിക്കും. എന്തായാലും ഇന്ന് ഭാരത് അരി മേടിച്ച് ഇന്നത്തെ അത്താഴം ഭാരത് അരിയായിരുന്നു. ഇനിയിപ്പോൾ ഇതിപ്പോൾ ഏത് മുന്നണിയിൽപ്പെട്ട ഇല്ലെങ്കിൽ ഏത് പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ കൊണ്ടുപോയി തന്നാലും ഇങ്ങനെയുള്ള അരികളൊക്കെ മേടിച്ച് ട്രൈ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതിപ്പോൾ LDF സർക്കാർ കൊണ്ടുവന്നാലും ഇനി UDFകാർ കൊണ്ടുപോയി തന്നാലും ഇവരൊക്കെ മത്സരിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എന്ന് ആശിക്കുന്നു. എന്തായാലും ഭാരത് അരിയെക്കുറിച്ച് എന്ത് നമുക്ക് ഭക്ഷിക്കാൻ കിട്ടുന്ന നല്ല ഉൽപ്പന്നമാണെങ്കിൽ അത് നമുക്ക് ഭക്ഷിക്കുക തന്നെ വേണം. എന്തായാലും എല്ലാവർക്കും ഇനി ഈ മറ്റു പാർട്ടിക്കാരും ഇങ്ങനെയുള്ള അരികളും ഇല്ലെങ്കിൽ മറ്റ് ഭക്ഷ്യസാധനങ്ങളും ഇല്ലെങ്കിൽ കിറ്റുകളൊക്കെ തരട്ടെ. ഇതൊക്കെ ഒരു മത്സരത്തോടു കൂടി എടുത്ത് കേരളത്തിൽ വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരുപാട് ജനതയ്ക്കൊരു ആശ്വാസമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.